ഒറ്റ മിനിറ്റ് ഈ ന്യൂസ് ഒന്ന് സ്ക്രോൾ ചെയ്യല്ലേ. രാഷ്ട്രീയ കേരളത്തോടൊന്ന് പറഞ്ഞോട്ടെ. കാസർഗോഡ് പുതുയുഗയാത്ര വി.ഡി. സതീശൻ എന്ന അതികായനായ ജനനായകൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ നാളെ തൊടുപുഴയുടെ മണ്ണിലേക്ക്, മധ്യ കേരളത്തിലേക്ക് ഇങ്ങനെ ശക്തമായി എറണാകുളവും പിന്നിട്ട് ഇടുക്കിയും പിന്നിട്ട് പോവുകയാണല്ലോ പുതുയുഗയാത്ര സാക്ഷാൽ സതീശന്റെ. എത്രമാത്രം വിസ്മയങ്ങളാണ് ആ ജാഥയിൽ ഉണ്ടായത് എന്ന് ഈ ഹാഫ് പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കൊന്ന് വിശകലനം ചെയ്താം. നോക്കൂ, കാസർഗോഡിന്റെ മണ്ണിൽ കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ അതികായൻ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോയി. തലതൊട്ടപ്പനായ കെ.സി. വേണുഗോപാൽ പേരെടുത്ത് പരാമർശിക്കാതെ ഇരുത്തിയെ അങ്ങ് പുച്ഛിച്ചപ്പോ സുധാകരൻ ഇറങ്ങിപ്പോയെടുത്ത് നിന്നാണ് പുതുയുഗ യാത്രയിലെ കോൺഗ്രസിന്റെ കൗതുക വിസ്മയം നമ്പർ 1 കേരളം കണ്ടത്. വലിയ രീതിയിൽ അതിനെ ഇടതും വലതും ഇങ്ങനെ വന്ന് വലിയ രീതിയിൽ സഹായിക്കുന്ന, അത് വലിയ രീതിയിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പിന്നീടുള്ള പകലുകളിൽ കണ്ടു. വടക്കൻ കേരളം പിന്നിട്ടില്ല. അങ്ങ് കൊയിലാണ്ടിയിലേക്ക് എത്തിയപ്പോ വലിയ രീതിയിൽ ശക്തമായ ഷാഫി പറമ്പിലിന്റെ പെടലിക്ക് കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടു. അതിനെയും എത്ര പേരാണ് കോൺഗ്രസിൽ നിന്ന് വന്ന് ന്യായീകരിച്ചത് എന്നുള്ളതാണ്. പിന്നീടുള്ള പകലുകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഷാഫിയെയും ഷാഫിയുടെ പ്രകടനത്തെ അനുകൂലിച്ച മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും എടുത്തിട്ട് അലക്കി തെറ്റ് ചെയ്ത ഷാഫി തെറ്റുകാരനാണെന്ന് പറയുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. പിന്നീട് വീണ്ടും കടന്ന് മധ്യ കേരളത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു സ്ത്രീ പുതുയുഗ യാത്രയിലെ വേദിയിൽ വെച്ച് സാക്ഷാൽ സതീശന്റെ കയ്യിലേക്ക് ഒരു നിവേദനം കൊടുക്കുമ്പോ വിയർപ്പ് തുടച്ചിട്ടിരിക്കുന്ന ത്രിവർണ പതാകയുടെ കളറുള്ള ആ ഷാളിന്റെ ഇടയിലൂടെ കീറിക്കളയുന്നതും ഈ രാഷ്ട്രീയ കേരളം കണ്ട വിസ്മയ കൗതുക കാഴ്ചകളുടെ തുടർച്ചയായിരുന്നു. പിന്നീട് പറവൂരിന്റെ മണ്ണിലേക്ക് എത്തിയപ്പോ സതീശൻ ഒരു മയവുമില്ലാതെ കരഞ്ഞു. എന്നെ വലുതാക്കിയവരെ, എന്റെ ജീവസ്പന്ദനങ്ങളെ ഏറ്റുപിടിക്കുന്നവരെ എന്ന് പറഞ്ഞ് പറവൂരുകാരെ നോക്കി സതീശൻ കരയുന്നതും നമ്മൾ കണ്ടു. ഇങ്ങനെ സതീശന്റെ വിസ്മയ കാഴ്ച പുതുയുഗ യാത്ര എന്ന പേരിൽ തുടരുകയാണ്. ഇനി ഇടുക്കി കടന്ന് തെക്കൻ കേരളത്തിലേക്കും കടന്ന് തലസ്ഥാന നഗരിയുടെ പുത്തരിക്കണ്ട മൈതാനത്തെത്തുമ്പോ സതീശന്റെ വിസ്മയ കുതിപ്പ് എത്രമേൽ വലുതാകുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്.